നല്ല സിനിമ നല്ല സിനിമ നല്ല സിനിമ ആ നല്ല സിനിമ സൂപ്പർ സിനിമ സൂപ്പർ സിനിമ ഒന്നും പറയാല്ല കിടുക്കും പടം. ഓ എക്സ്ട്രാ ഓർഡിനറി ഒരു രക്ഷയില്ല സംഭവം. മോഹൻലാൽ തുടരും. അടിപൊളി അടിപൊളി സൂപ്പർ. ലാലേട്ടൻ പിടിച്ചു. എപ്പോഴും ലാലേട്ടൻ സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര പക്ക ത്രില്ലിംഗ് ആണ് പടം. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോമാഞ്ചം വന്ന രീതിയിലുള്ള ത്രില്ലിംഗ്. അതായത് ലാലേട്ടന്റെ ഒരു എന്താ പറയാ, നമ്മുടെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, പോലീസ് സ്റ്റേഷന്റെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊന്നും പറയാനില്ല. ഇവരുടെ ആ പഴയ ലാലേട്ടൻ ആ ഒരു ആക്ഷനിലും അന്നാ നല്ലൊരു അച്ഛനായിട്ടുള്ള റോളിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ഷൻ ഒന്നും പറയാനില്ല. ദൃശ്യത്തിന്റെ വേറെ മോഡലാണ് പടം. റോളൊക്കെ ഉള്ളു അവിടെ ഇവിടെ ആയിട്ടൊക്കെ, പക്ഷെ ഫുൾ ടൈം ലാലേട്ടന്റെ അടിനാട്ടം ഉള്ളു. ഒന്നും പറയില്ല പടം. മോഹൻലാലിന്റെ രണ്ടാം വരവ് അധികം വരും. മോഹൻലാലിനെ നമ്മൾ പഴയ മാസല്ലേ അത് ശരിക്കെടുത്ത് കാണിക്കും. ഹ്യൂമറല്ല, മോഹൻലാൽ നന്നായി അഭിനയിച്ചു. വില്ലൻ പ്രത്യേക വില്ലൻ റോള്. ഒരു സത്യനന്ദിക്കാരെ ടച്ച് വന്ന പടത്തിന്. പക്ഷെ ലാലേട്ടൻ അടിപൊളി സൂപ്പർ കുഴപ്പമില്ല, അടിപൊളി സിനിമയാണ്. നല്ല ഇതുണ്ട് കാണാൻ, നല്ല ഫാമിലി കാണാൻ പറ്റിയ അടിപൊളി സിനിമ. ഇതുപോലെ വേണം മകന് വേണ്ടി ചെയ്യേണ്ടത്. നല്ല 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 രൂപത്തിലെടുത്ത് ഛായാഗ്രഹണമൊക്കെ നന്നായിട്ട്. അടിപൊളി പടം അടിപൊളി പടം. അടുത്ത 200 കോടി. അടിപൊളിയാ. എമ്പുരാനും ഇത് വെച്ച് കമ്പയർ ചെയ്തത് നല്ല പടം. സൂപ്പർ. ഉറപ്പായിട്ട് നല്ല പടമാണ്, കലക്കപ്പടമാണ്. അങ്ങനെയല്ല, നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. അടിപൊളിയാണ്. സൂപ്പർ പടം സൂപ്പർ പടം. ഒന്നും പറയാനില്ല. ഒരു പുതിയ സംവിധായകൻ പറഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ പടം എന്നുള്ള റേഞ്ച് അല്ല ആളുടെ. ഒരു വൈബ് പടം എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കണം. ലാലേട്ടനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമ ഏതാണോ അതേ റേഞ്ചിലുള്ള ഫൈറ്റ് ആണെങ്കിലും അടിയാണെങ്കിലും കഥയാണെങ്കിലും ആ റേഞ്ച് സിനിമ. ഒന്നും പറയാനില്ല, പോയി കാണുക. നമ്പർ ഹിറ്റ്. അടുത്ത 100. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ ഒരു ആറാട്ട് തന്നെയാണ് നടന്നത്. ലാലേട്ടൻ അഴിഞ്ഞടിക്കുകയാണ്. ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലായിട്ട് മാറി, തീയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന ഓരോക്കെ രോമാഞ്ചം കൊണ്ട് കൈയടിച്ച് ആവേശത്തോടുകൂടി അവസാനം നമുക്ക് ഒരു കൈയടിയോട് ഇറങ്ങാൻ പറ്റിയ ഒരു ഗംഭീര പടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ തുടരും. കാരണം ഇത്രയും പ്രതീക്ഷിച്ചല്ല, ആരും ഇത്രയും പ്രതീക്ഷിച്ചല്ല. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ഒരു ആവറേജ് പടം പ്രതീക്ഷിച്ചാണ് നമ്മൾ പടത്തിന് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. ആ പവറായിട്ട് എന്നടാ പണി വെച്ചിരിക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന ഐറ്റ് ഇറക്കി വിട്ടിരിക്കുകയാണ്. നല്ലൊരു ഇടുക്ക് സാധനം ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്ന് പടം ഇവിടെ കൊളുത്തിരിക്കുകയാണ്. പടം വേറെ റേഞ്ചിലേക്ക് പോകും. സെക്കൻഡ് ഷോ ഇനി അടുത്ത ഷോ ഏത് ഒരു തരുൺമൂർത്തി സംഭവം തന്നെ പറയാം. ഇത് എന്ത് സംഭവം തന്നെ നമുക്ക് തന്നെ പിടിയില്ല. കാരണം നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു പവർ ഇങ്ങനെ കയറി വരികയാണ് നമുക്ക്. അപ്പോൾ ഇത്ര നാൾ ലാലേട്ടനെ ഈ രീതിയിലാണ് ലാലേട്ടനെ കാണാൻ ഈ നമ്മളെ മലയാള ജനത ആഗ്രഹിച്ചത്. അത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മലയാള ജനതയ്ക്ക് ലാലേട്ടനെ, പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടി. എമ്പുരാനിൽ നമുക്ക് കുറച്ച് വിമർശനമൊക്കെ കേട്ടെങ്കിലും അതെല്ലാം ഇതാക്കി തരിപ്പണമാക്കിക്കൊണ്ട് ലാലേട്ടൻ മുന്നേറുകയാണ്. ഉറപ്പായിട്ടും ഡബിൾ റേഞ്ചിൽ കയറി വന്നിരിക്കുകയാണ് ലാലേട്ടൻ. പവർ പടം സൂപ്പർ പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ ആക്ഷനും നല്ല ഇഷ്ടമായി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യ സ്ലോയിൽ പോയി ലാസ്റ്റ് നല്ല ഇഷ്ടമായി. സൂപ്പർ മൂവി. കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ലാലേട്ടന്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.